ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ LED ലൈറ്റ് എങ്ങനെ നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കുറേ LED ലൈറ്റുകൾ എൻ്റെ കിട്ടിയിട്ടുണ്ട്, സർവീസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് ഒന്നും കത്തുന്നതല്ല, എല്ലാം ഡാമേജാണ്. അപ്പം അഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പലതും പല പ്രശ്നമാണ്. പലതിൻ്റെയും LED പോയിട്ടുണ്ട്, ചിലതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ പോയിട്ടുണ്ട്, ട്രാക്ക് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളാണ്. അപ്പം ഇത് ഒരു 3-4 ലൈറ്റ് നമ്മളിന്ന് സർവീസ് ചെയ്യുകയാണ്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന LED എല്ലാം നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ LED ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇതൊരു 3 വാട്ടിൻ്റെ LED ആണ്. ഇതിൻ്റെ LED പോയിട്ടുണ്ട്. അപ്പം ഈ ബോർഡിൻ്റെ പുറത്ത് DOB ബേസ് ആണ്. അപ്പം ഡിവൈസ് ഓൺ ബോർഡ് എന്നാണ്. അപ്പം ഈ ബോർഡിൽ തന്നെയാണ് കമ്പോണൻസും പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ. പിന്നെ കാണുന്നതെല്ലാം LED ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, അങ്ങനെ കുറച്ച് കമ്പോണൻസാണ് ഇതിനുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 3 വാട്ടിൻ്റെ ഒരു LED ആണ്. LED ഒരു ലൈറ്റാണ് ഈ ചെറുത്. അപ്പോൾ ഇതിൻ്റെ LED ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ആ LED നമുക്ക് റീപ്ലേസ് ചെയ്ത് അവിടെ വേറൊരു LED ലൈറ്റ് നമുക്കവിടെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലുള്ള LED ലൈറ്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് അവിടോട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിലരാണെങ്കിൽ പോയ LED റിമൂവ് ചെയ്തിട്ട് അവിടെ സോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ആ പോയ LED സ്ഥാനത്ത് മറ്റൊരു LED റീപ്ലേസ് ചെയ്തതായിരിക്കും ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു 6 വാട്ടിൻ്റെ ഒരു LED ലൈറ്റാണ്. അപ്പോൾ ഇത് 6 വാട്ട്സാണ് ഇത് എടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായ രീതിയിൽ നമ്മൾ പോയ LEDയും അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്തെങ്കിലും കമ്പോണൻസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. SMD മോഡലാണ്. അപ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ, ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രാക്കുകൾ പോയ കേസുണ്ട്. അവിടെ ഞാൻ ടെഫ്ലോൺ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ LED ബോർഡ് നന്നായിട്ട് ഹീറ്റാകും. LED ഓൺ ആയി കഴിയുമ്പോൾ നന്നായിട്ട് ഹീറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ ടെഫ്ലോൺ വയർ വെച്ചാണ് എൻ്റെ പോയ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പോയ LED സ്ഥാനത്ത് ഞാൻ വേറൊരു LED റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിത് ഇതിൻ്റെ കേസിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ, സ്ക്രൂ ചെയ്യുമ്പോൾ നന്നായിട്ട് ഹീറ്റിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് നന്നായിട്ട് ഹീറ്റാകുന്നതായതുകൊണ്ട് ഈ LED ഈ ബോർഡിലുണ്ടാകുന്ന ഹീറ്റിനെ ഇതിൻ്റെ കേസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ LED കമ്പോണൻസുകൾ ഡാമേജ് ആകുന്നത് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് ഞാൻ സർവീസ് ചെയ്തു. ഇപ്പോൾ നന്നായിട്ട് ഗ്രീൻ ലൈറ്റാണ് അത് കാണുന്നത്, ഗ്രീനാണ്. അപ്പോൾ ഇത് 3 വാട്ടിൻ്റെ LED ആണ്. പിന്നെ മറ്റേ 2 6 വാട്ട്സിൻ്റെയാണ്. ഞാൻ ഓൾറെഡി എല്ലാം സർവീസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ നിങ്ങൾ കാണാം, ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈക്കുകൾ, ഷെയറുകൾ, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ സപ്പോർട്ടും വളരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വളരെ പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ഉത്തേജനം നൽകുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.